ദൃശ്യങ്ങൾ കാണുന്നത് എറണാകുളത്താണ്. കൊച്ചിയിൽ മന്ത്രി വി.എൻ. വാസവന് നേരെ കരിങ്കൊടി കാണിക്കണോ, മന്ത്രിയുടെ വാഹനം അവിടെ പ്രവർത്തകർ തടഞ്ഞ് നിർത്തി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നു. വാഹനത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. പോലീസ് ബലം പ്രയോഗിച്ചോ. അങ്ങേയറ്റം അപകടകരമായ പ്രതിഷേധമാണിത് എന്ന് പറയാതെ വയ്യ. ഒരു പ്രവർത്തകൻ റോഡിലേക്ക് തെറിച്ചു വീണിട്ടുണ്ട്. വാഹനം തട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. 3 പ്രവർത്തകർ റോഡിൽ, 2 പ്രവർത്തകർ റോഡിൽ വീണു. ഒരു പ്രവർത്തകൻ റോഡിൻ്റെ ഒരു സൈഡിലേക്കാണ് വീണത്. വാഹനം തട്ടിയോ എന്ന് പോലും നമ്മൾ സംശയിക്കുന്നുണ്ട്. അപകടകരമായ തരത്തിലേക്ക് പലയിടത്തും ഈ പ്രതിഷേധം മാറുന്നുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെ ആ റോഡിൻ്റെ മീഡിയന് സമീപത്തേക്ക് ഒരു പ്രവർത്തകൻ വീണിരുന്നു. ആ പ്രവർത്തകനെ ഇപ്പോൾ കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നോക്കേണ്ടതുണ്ട്. വാഹനത്തിന് മന്ത്രി വി.എൻ. വാസവന്റെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടുകയായിരുന്നു. പോലീസ് അവിടെ എത്തി ഈ പ്രവർത്തകരെ മാറ്റാൻ ശ്രമിച്ചു. അതിനിടയിൽ 3 പ്രവർത്തകർ റോഡിലേക്ക് തെറിച്ചു വീണു. അതിൽ 2 പ്രവർത്തകരെ പിന്നീട് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഒരാൾ മീഡിയന്റെ സമീപത്തേക്കാണ് വീണത്. എന്തായാലും പലയിടത്തും വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു. അതൊട്ടുമിക്കതും സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴിവിടെ എറണാകുളത്ത് കൊച്ചിയിൽ മന്ത്രി വി.എൻ. വാസവന് നേരെ കരിങ്കൊടി പ്രതിഷേധം. അപ്രതീക്ഷിതമായി പ്രവർത്തകർ ഈ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. അവിടെ പ്രവർത്തകരുടെ പ്രതിഷേധം, പോലീസുമായി വലിയ വാക്കുതർക്കമാണ്. റാഫി കരീം അവിടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റാഫി, കേൾക്കാമെങ്കിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് 3 പ്രവർത്തകർ മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്നു. വാഹനം ഏതാനും നിമിഷം അവിടെ നിർത്തിയിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് എത്തി അവരെ മാറ്റുന്നു. അതിനിടയിൽ ഈ പ്രവർത്തകരിൽ ഒരാൾ ആ മീഡിയന്റെ ഭാഗത്തേക്ക് തെറിച്ച് വീഴുന്നത് ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അയാൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? മുഴുവൻ പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയോ പോലീസ്? പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമത്തിലാണ് പോലീസ്. 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അപ്രതീക്ഷിതമായി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ് പ്രതിഷേധം നടത്തിയത്. മന്ത്രിയുടെ വാഹനത്തിനും തകരാറേറ്റുന്ന ഒരു പ്രവർത്തകന് മന്ത്രിയുടെ വാഹനം രാജിവെക്കുന്നവരെ ഈ പോരാട്ടം തുടരും. ഒരു പാവപ്പെട്ട സ്ത്രീയാണ് വാസുവിന് വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ വാസുവിനും അതുപോലെ തന്നെ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസ് ശക്തമായിട്ടുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോകും. പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നടക്കില്ല. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി വാസുവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് വാസുവന് ഞങ്ങൾ കരിങ്കൊടി കാണിച്ചു. ഇനി റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം, വാസുവനും വീണ ജോർജ് രാജിവെച്ചില്ലെങ്കിൽ റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് പറയുക. തീർച്ചയായും വലിയ പ്രതിഷേധമായിരുന്നു. മന്ത്രി വി.എൻ. വാസവന്റെ വാഹനം ഒരാളെ തട്ടുകയും ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ദേഹത്ത് തട്ടുകയും ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ആ പ്രവർത്തകനാണ്, ആ വാഹനം തട്ടിയ പ്രവർത്തകനാണ് റോഡിന്റെ ആ മീഡിയന്റെ ഭാഗത്തേക്ക് വീണത്. പിന്നെ ആ പ്രവർത്തകനെ നമ്മൾ കണ്ടില്ല ദൃശ്യങ്ങളിൽ. അയാൾക്ക് പരിക്കുണ്ടോ കാര്യമായി? വിജയകുമാർ, പരിക്കുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. 2 പ്രവർത്തകരായിരുന്നു, 2 സൈഡിലുണ്ടായിരുന്നു. വാഹനവ്യൂഹത്തിന്റെ ഇടതുവശത്തും വലതുവശത്തുമായിരുന്നു 2 പ്രവർത്തകർ നിന്നിരുന്നത്. ഈ 2 പ്രവർത്തകരെയും വാഹനം ഒന്ന് തട്ടിയിരുന്നു. 2 പേരും തുടർന്ന് റോഡിലേക്ക് വീണിരുന്നു. ഒരാൾ മീഡിയനിലേക്കാണ് വീണത്. അയാളെയാണ് ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നത്. ഒപ്പം തന്നെ മന്ത്രിയുടെ വാഹനത്തിനും ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ മന്ത്രിയുടെ വാഹനം ഇടിച്ചപ്പോൾ മന്ത്രിയുടെ വാഹനത്തിന്റെ ഒരു സൈഡില് ചെറിയ തകരാറും പറ്റിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു അങ്കമാലിയിൽ നടന്നത്. അഡ്ലക്സിന് മുന്നിൽ സഹകരണ വകുപ്പിന്റെ പരിപാടിക്ക് എത്തിയതായിരുന്നു മന്ത്രി വി.എൻ. വാസവൻ. പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതിനിടെയായിരുന്നു പോലീസിന്റെ കനത്ത സുരക്ഷയെ മറികടന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അരങ്ങേറിയത്. 5 പ്രവർത്തകരാണ് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ചാടി വീണത്. മന്ത്രിയുടെ വാഹനം ഒരു വളവിലേക്ക് എത്തിയപ്പോൾ ഈ പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. തുടർന്ന് വാഹനം ഈ 2 പ്രവർത്തകരെയും ഒന്ന് തട്ടുകയും ചെയ്തു. പ്രവർത്തകരുടെ ദേഹത്ത് തട്ടുകയും ചെയ്തു. മന്ത്രിയുടെ വാഹനത്തിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയാണ്. ഇവിടെ ഈ ദൃശ്യങ്ങൾ അങ്കമാലിയിൽ നിന്നാണ്. അവിടെ മന്ത്രി വി.എൻ. വാസവൻ സഹകരണ വകുപ്പിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയത്. 5 പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്.
അതിൽ 2 പ്രവർത്തകരെ ഈ മന്ത്രിയുടെ വാഹനം തട്ടുകയും ചെയ്തു. അതിൽ അവർക്ക് പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിയുടെ വാഹനത്തിനും തകരാറുണ്ട്. ഈ പ്രവർത്തകരെ പിന്നീട് റോഡിൽ വീണ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അപ്രതീക്ഷിതമായി പൊടുന്നനവേ പ്രവർത്തകരുടെ പ്രതിഷേധം മന്ത്രിക്ക് നേരെ ഉണ്ടാവുകയായിരുന്നു, മന്ത്രി വി എൻ വാസവന് നേരെ ഉണ്ടാവുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. വാഹനം വരുന്നു, വാഹനം തടഞ്ഞു നിർത്തുകയാണ് പ്രവർത്തകർ. പോലീസ് പാഞ്ഞെത്തുമ്പോഴേക്കും പോലീസ് വാഹനത്തിന്റെയും മന്ത്രിയുടെ വാഹനത്തിന്റെയും ഒക്കെ ഇടയിൽ പ്രവർത്തകർ പെട്ടു. അതിനിടയിൽ ഒരു പ്രവർത്തകൻ റോഡിലേക്ക് വീണു. അപ്പുറത്ത് വേറൊരു പ്രവർത്തകനും റോഡിലേക്ക്, ഒരു പോലീസും ആ പോലീസ് ഉദ്യോഗസ്ഥനും ഒരുപക്ഷെ വാഹനത്തിൽ തട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അദ്ദേഹവും റോഡിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. മന്ത്രിയുടെ വാഹനം മുന്നോട്ട് പോകാൻ വേണ്ടി പോലീസും ശ്രമകരമായി അവിടെ ഇടപെട്ടു. ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റി. അതിനിടയിൽ എനിക്ക് തോന്നുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ മേലും ആ വാഹനം തട്ടിയിട്ടുണ്ട്. 2 പേരും കൂടിയാണ് മീഡിയനിലേക്ക് വീണത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വലിയ സാഹസികമായ പ്രതിഷേധങ്ങൾ ഈ പകൽ നമ്മൾ കാണുകയാണ് വിവിധ ജില്ലകളിൽ. ഇത് എറണാകുളത്ത് അങ്കമാലിയിൽ അവിടെ മന്ത്രി വി എൻ വാസവൻ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആ പ്രവർത്തകരെ അവിടെ നിന്ന് ഏതാണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മന്ത്രി അവിടെ യാത്ര തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിനും തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആ പോലീസ് വാഹനത്തിനൊക്കെ മുന്നിൽ പ്രവർത്തകർ കിടന്ന് പ്രതിഷേധിക്കുകയാണ്. 3 പ്രവർത്തകർ റോഡിലേക്ക് വീണു. അതിൽ 2 പേരുടെ മേലെങ്കിലും ഈ വാഹനം തട്ടിയിട്ടുണ്ട്. ഞാൻ കരുതുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ആ വാഹനത്തിൽ മുട്ടി. അദ്ദേഹത്തിനും ഒരുപക്ഷെ പരിക്ക് കാണും. അദ്ദേഹവും ആ മീഡിയനിലേക്ക് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ അദ്ദേഹവും അവിടേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ പരിക്കുണ്ടാകാം.